അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി, നമ്മുടെ കയ്യിൽ ഏത് സമയത്തും ചോറ് ബാക്കി ഉണ്ടാവുമല്ലോ, ആ ഒരു ചോറ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കിടു ഐറ്റമാണ് ഇത്. നമുക്ക് പരത്തി കുഴിക്കുക ഒന്നും ചെയ്യേണ്ട, ഒരു കഷ്ടപ്പാടില്ലാതെ പൊറോട്ടയേക്കാളും ചപ്പാത്തിയേക്കാളും രുചികരമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ടയേക്കാൾ ലെയറോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അത്ര ഒരു പണി പോലും നമുക്കിതില്ല. വെറും 10 മിനിറ്റ് മാത്രം മതി റെഡിയാക്കാൻ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഇട്ടെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും, ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ 2 കപ്പ് മൈദയിലേക്ക് നമ്മൾ 1 കപ്പ് ചോറിലോട്ട് ഒഴിച്ചെടുത്താൽ ആ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതി ഇതിലോട്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഡോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ 1-2 മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഒരു ഓർഡറിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ചെറുതായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു 2 മിനിറ്റ് കുഴച്ചെടുക്കുന്നത്. കൂടുതൽ ടൈം നമുക്ക് ഒരിക്കലും ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിന് നമ്മൾ ചോറ് ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് മാത്രം മതി. 2 മിനിറ്റ് ആയാൽ നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഇനിയിപ്പോൾ ഈക്വലായിട്ടുള്ള 2 ഭാഗങ്ങളായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിൽ നിന്നും ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തിയിട്ട് എടുക്കൂലേ, ആ ഒരു കട്ടിയിലാണ് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം കട്ടിയില്ലാത്ത രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലോട്ട് മൊത്തത്തിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ മേലോട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ഇത് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ 2 സൈഡിൽ നിന്നും നമുക്കിതൊന്ന് റോളാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈക്വലായിട്ടുള്ള പോർഷനാക്കിയിട്ട് ഇതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അധികം വലിപ്പമില്ല, എന്നാൽ അധികം ചെറുതല്ല, ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ പൊറോട്ടക്കൊക്കെ വീശി അടിച്ചിട്ട് ആ ഒരു ചുരുട്ടി വെക്കുന്ന അതേ ലെയർ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു പണി പോലും ഇതിലില്ലതാനും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതേ ലെയറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതാ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളിതിൻ്റെ മേളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം. കാരണം നമ്മൾ എന്നിട്ട് ഫസ്റ്റത്തെ നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലൊരു പലകയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോയിൽ നിന്ന് ഒന്നെടുത്തിട്ട് കൈയിൻ്റെ നടുവിലായിട്ട് അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. നമ്മൾ ഇടയ്ക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒന്ന് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇപ്പം ഞാനൊരു പാന് ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പൊറോട്ട നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എണ്ണയോ ഒന്നും ആവുന്നില്ല. എന്നാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരുപാട് ലാഭത്തിലാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത്. എന്നാലാണെങ്കിൽ ടേസ്റ്റും സോഫ്റ്റും കൂടുതലുമാണ്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. ഇത് വളരെ തിന്നായിട്ട് ഇരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഇതൊന്ന് വേവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. 2-3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടാൽ തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട ഒന്ന് വേവായിട്ട് കിട്ടും. ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അല്ലാതെ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 2 കപ്പ് മൈദയിൽ അത്യാവശ്യം തന്നെ നമുക്കൊരു പൊറോട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നമുക്ക് ടൈം ഒരുപാട് ലാഭമാണ്. അപ്പോൾ ഇത് പൊറോട്ടയേക്കാൾ ലെയറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അത്ര ഒരു പണി പോലും നമുക്കില്ല. വെറും 10 മിനിറ്റ് മതി നമുക്കിതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുട്ടികൾക്കായാലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ.